എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇതുപോലൊരു വെള്ള ചട്നി തയ്യാറാക്കി നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നാളികേരമൊന്നും അധികം അരയ്ക്കാതെ എന്നാൽ അതീവ രുചിയിൽ തയ്യാറാക്കിയെടുത്ത ഈ ഒരു ചട്നി ആർക്കും ഇഷ്ടാവും. മസാല ദോശയുടെയും അതുപോലെ തന്നെ ദോശയുടെയും ഇഡ്ലിയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന വളരെ രുചികരമായ ഒരു റെസിപ്പിയാണിത്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കിയെടുത്തിരിക്കുന്നതെന്ന് വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ. സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചേർത്ത് കൊടുത്തത് വെളിച്ചെണ്ണയാണ്. ഇപ്പോൾ വെളിച്ചെണ്ണ വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ആ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം ഇതിനകത്തേക്ക് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഞാൻ ഇപ്പോൾ 2 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. പച്ചമുളകൊക്കെ ഓരോരുത്തരുടെ എരിവിനാവശ്യമായിട്ടുള്ളത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് കുറച്ച് ചെറിയുള്ളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 8 or 10 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അത് ഞാൻ കട്ട് ചെയ്തിട്ടൊന്നുമില്ല, അങ്ങനെ തന്നെ ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. ഈ ചെറിയുള്ളിയും അതുപോലെ പച്ചമുളകും ഒന്ന് നല്ലപോലെ ഒന്ന് വഴറ്റി യോജിപ്പിച്ച് കൊടുക്കുക. നമ്മുടെ ചാനലിൽ വെറൈറ്റീസ് ആയിട്ടുള്ള ഒരുപാട് ചട്നി റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കണ്ടു നോക്കൂ. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വീഡിയോസിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. ഇപ്പോൾ ചെറിയുള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും നല്ല രീതിയിലൊന്ന് വഴണ്ടി കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് ചേർത്ത് കൊടുക്കേണ്ടത് കപ്പലണ്ടിയാണ്. ഇതിപ്പം 2 ടേബിൾ സ്പൂൺ കപ്പലണ്ടി ഉണ്ട്. വറുക്കാത്ത കപ്പലണ്ടിയാണ്. നല്ല പോലെ കഴുകിയിട്ട് വെള്ളമയം കളഞ്ഞിട്ട് വേണം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ. കപ്പലണ്ടി നമ്മൾക്ക് ചെറിയ രീതിയിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ട്. ഒരുപാട് ഫ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല. ഈ സമയത്ത് തീ നല്ലപോലെ കുറച്ച് വെച്ച് കൊടുക്കുക. നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരണേ. ഈ ഒരു സമയത്ത് ഇതിനകത്തേക്ക് കുറച്ച് പൊട്ടുകടല ചേർത്ത് കൊടുക്കുക. പൊട്ടുകടല ഞാൻ എടുത്തിരിക്കുന്നത് 1.25 ടേബിൾ സ്പൂണാണ്. കപ്പലണ്ടിയും പൊട്ടുകടലയൊക്കെ ചേർത്തിട്ട് നമ്മൾ ചട്നി തയ്യാറാക്കുക വെച്ചാൽ നാളികേരം വളരെ കുറച്ച് മാത്രം അരച്ചു കൊടുത്താൽ മതിയാവും. അതുമാത്രമല്ല നമ്മുടെ നാളികേരത്തിന് ഒരു പ്രത്യേക ടേസ്റ്റും ആയിരിക്കും കേട്ടോ. അതായത് രണ്ടും കൂടി നല്ലപോലെ ഒന്നും കൂടി ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. തീ സമയത്ത് കുറച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. ഈ ഒരു പാകത്തിന് നമ്മൾക്കിത് കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി ഇതിനകത്തേക്ക് കുറച്ച് പുളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വാളംപുളിയാണ്. അപ്പോൾ വാളംപുളിയുടെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. ഈ ഒരു സമയത്ത് മല്ലിയിലയുടെ ഫ്ലേവർ നിങ്ങൾക്ക് ഇഷ്ടം വെച്ചാൽ മല്ലിയില ചേർത്ത് കൊടുക്കാം. അതുപോലെ വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇന്ന് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് ഇത് രണ്ടും ചേർക്കാതെയാണ്. കപ്പലണ്ടിയും അതുപോലെ പൊട്ടുകടലയും നല്ല പോലെ റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് ഞാനൊന്ന് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ല പോലെ ഒന്ന് ആറിയതിന് ശേഷം മാത്രമേ അരച്ചെടുക്കാൻ പാടുള്ളൂ കേട്ടോ. പെട്ടെന്ന് അരച്ചെടുക്കരുത്. നല്ലപോലെ നമ്മൾക്ക് ഇത് ആറി കിട്ടണം. അപ്പം ഞാൻ ഇത് സ്റ്റൗവിൽ നിന്ന് ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നല്ല പോലെ ആറി കിട്ടിയിട്ടുണ്ട്. നമ്മളൊരു മിക്സിയുടെ ജാറിനകത്തേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പൊട്ടുകടല കപ്പലണ്ടിയൊക്കെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നാളികേരമാണ്. നാളികേരം ഞാൻ പറഞ്ഞല്ലോ, വളരെ കുറച്ച് മാത്രം നാളികേരം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു കഷ്ണം ഇഞ്ചി ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വെള്ളം ഒന്നും ഒഴിക്കാതെ ഇതൊന്ന് ആദ്യം ചതച്ചെടുക്കുക. ഈ രീതിയിൽ വേണം ചതച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇതിനകത്തേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക. ആദ്യം തന്നെ വെള്ളം ഒഴിച്ചിട്ട് അരച്ചാൽ പൊട്ടുകടലയൊന്നും നല്ലപോലെ അരഞ്ഞു കിട്ടില്ല കേട്ടോ. ഇനി നല്ലപോലെ ഞാൻ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഈ രീതിയിലാണ് അരച്ചിരിക്കുന്നത്. ഒരുപാട് അങ്ങ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് വെള്ളം ചേർത്ത് കൊടുക്കണമെങ്കിൽ കുറച്ചും കൂടി ലൂസാക്കി എടുക്കാം. ഇനി ഇത്രയും വെള്ളം വേണ്ടെങ്കിൽ അത്രയും വെള്ളം ചേർക്കാതെ നമുക്ക് ചട്നി റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇനി നമ്മൾക്ക് ഇതിനകത്തേക്കൊന്ന് വറുത്തിടണം. വറുത്തിടുന്ന സമയത്ത് നമ്മളൊരു പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണയിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകൊന്ന് പൊട്ടി വന്നു കഴിയുമ്പം അതിലേക്ക് വറ്റൽമുളക് അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. ഈ ഒരു ചട്നിയിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്ന പൊടി സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഈ ചട്നിയുടെ ടേസ്റ്റൊക്കെ ഒന്നും കൂടി കൂട്ടാൻ വേണ്ടിയിട്ട് ഈ പൊടി എന്തായാലും ചേർത്ത് കൊടുക്കണം. സ്റ്റൗ ഞാൻ ഓഫ് ചെയ്ത് കൊടുത്തിട്ടാണ് കുറച്ച് കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നത്. അത് ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കരുത്. ഒരു പിഞ്ച് അത്രയും ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമ്മളുടെ ചട്നിയുടെ മുകളിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ റെസിപ്പി തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് മറക്കാതെ കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. മറ്റു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക് യു.